ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ്. ഞാൻ ഒരുപാട് സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതിൽ ഏതാണ് ചെയ്യേണ്ടത്, എല്ലാം കൂടി ചെയ്യാൻ പറ്റുമെന്നല്ലോ. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സൂട്ടാകുന്നത് ഏതാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം ഇടുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളത് സെലക്ട് ചെയ്ത് അത് മാത്രം കണ്ടിന്യൂ ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് വാരിത്തേക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു റിസൾട്ടും കിട്ടില്ല ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ആ ഫസ്റ്റ് യൂസിൽ കിട്ടുന്ന റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് യൂസിൽ നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുക. അത് നിങ്ങൾ കണ്ടിന്യൂ ഒരു മാസം ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ നിറം പെർമനൻ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അലർജിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാണ്ട് നിൽക്കുക. എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതിനാദ്യം വേണ്ടത് ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ. ഗോതമ്പിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണോളം ഗോതമ്പിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്തത് ചെറുനാരങ്ങ നീരാണ് കേട്ടോ. ചെറുനാരങ്ങ നീര് 1 ടേബിൾ സ്പൂണോളം തന്നെ ചെറുനാരങ്ങ നീര് മതി, അങ്ങനെ ഓവറായിട്ട് വേണ്ട. പിന്നെ ചെറുനാരങ്ങ അലർജിയുള്ള ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പാക്ക് റെഡിയാക്കാണ്ടിരിക്കുക. ചെറുനാരങ്ങ നീരിന് പകരം അല്ലെങ്കിൽ റോസ് വാട്ടർ മാത്രം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീര് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ റോസ് വാട്ടറിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് സ്റ്റിക്കായി നിൽക്കുന്ന രീതിക്കുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു 1/2 ടീസ്പൂണോളം കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അത് ഒരു 1/2 ടീസ്പൂണോളം കോഫി പൗഡർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് തരിതരിപ്പുള്ള കോഫി പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അതിലേക്ക് ഡിസോൾവ് ആയി കിട്ടണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ റോസ് വാട്ടറിൻ്റെ ഇതിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പാക്ക് അതിൻ്റെതായ കൺസിസ്റ്റൻസിയിൽ കൂടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞാൽ ഈ ഗോതമ്പിൻ്റെ പൊടി എന്ന് ഇട്ടിട്ടുള്ള പാക്ക് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടാകുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഖം ആദ്യം ഒന്ന് കഴുകി തുടച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അത് മുന്നിട്ടിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റോസ് വാട്ടർ ഒഴിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. ഇനി ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. പിന്നെ എപ്പോഴും നിങ്ങൾ ഏത് ഫേസ് പാക്ക് ഏത് ഫേസ് പാക്ക് നിങ്ങളുടെ മുഖത്തേക്ക് ഇടുമ്പോൾ മുഖം കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം 2 മിനിറ്റ് സർക്കുലാർ മോഷനിൽ മുഖത്തിൻ്റെ അതായത് നമ്മുടെ താടിൻ്റെ ഭാഗത്തുനിന്ന് മേലോട്ടേക്ക് സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് 2 മിനിറ്റ് പിടിപ്പിക്കുക. ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഫേസ് പാക്ക് ഇട്ടാൽ അതിൻ്റെതായ റിസൾട്ട് കിട്ടൂ. ഇല്ലയെന്നാണെങ്കിൽ ഒരു ജസ്റ്റ് മുഖത്തൊരു ഫേസ് പാക്ക് ഇട്ട് അതുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാലൊന്നും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടില്ല. പറയുന്നത് പോലെ ചെയ്താൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് കിട്ടൂ. 2 മിനിറ്റ് സർക്കുലാർ മോഷനിൽ ഞാൻ നന്നായി ഇപ്പോൾ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഗോതമ്പിൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയി പോയാൽ അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എൻ്റേത് കുറച്ച് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ അത് പെട്ടെന്ന് റിമൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കുക. അധികം ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ മുഖത്തുനിന്ന് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് നല്ല റിസൾട്ട് കിട്ടും. ഫസ്റ്റ് യൂസിൽ കാണുന്ന റിസൾട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് യൂസിൽ ഭയങ്കരമായ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഒഴിവാക്കുക. ഇല്ലയെന്നാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് നല്ല മാറ്റം വരും. മുഖം നല്ല ക്ലിയർ ആവും. അതായത് നമുക്ക് ഈ അവിടെ ഉള്ള ചിലവർക്ക് ഉണ്ടാവും മുഖത്തിൻ്റെ അവിടങ്ങളിൽ കറുത്ത പാട്, പക്ഷേ ചില ഭാഗങ്ങളിൽ വെളുത്തിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല ആ ഒരു മുഖം കാണാൻ. അപ്പോൾ ആ ഈവണായിട്ടുള്ള ഒരു സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് ഗോതമ്പിൻ്റെ പൊടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ദയവേത് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 കഴുകിയെടുത്തപ്പോൾ എൻ്റെ ഉള്ള നിറത്തിനേക്കാൾ ഒരു ഷെയ്ഡ് നിറം ഒറ്റ യൂസിൽ തന്നെ എനിക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതേപോലെയുള്ള റിസൾട്ട് ആണെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കുകയും ചെയ്യരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.